നമസ്കാരം. ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയൊന്നുമല്ല. എങ്കിൽ പോലും നമ്മുടെ രാജ്യം അസാധാരണമായി ഒരു മത്സരം വിജയിച്ച് നേടുമ്പോൾ ഏതൊരു ഇന്ത്യൻ പൗരനെയും പോലെ, ഏതൊരു രാജ്യസ്നേഹിയെയും പോലെ എനിക്കും ആവേശമുണ്ടാവും. ഇന്നലെ അത്രയും നിർണായകമായ ഒരു ദിവസമായിരുന്നു. ക്രിക്കറ്റിൽ ഇന്ത്യ മാനം രക്ഷിക്കേണ്ട ദിവസം. നമ്മൾ ലോകകപ്പ് നേടും എന്ന് പറഞ്ഞിട്ടും നമ്മൾ സെമി ഫൈനൽ പോലും എത്തില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാൻ ആ വാശിയിൽ അവർ കളിച്ചെങ്കിലും നേരത്തെ പുറത്തായി. നമ്മൾ സെമി ഫൈനലിൽ അറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അവിടെ വെസ്റ്റ് ഇൻഡീസിനോട് നമുക്ക് ജയിക്കാൻ കഴിയുമോ? ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് 4 വിക്കറ്റിന് 195 നേടി ഇന്ത്യക്ക് 196 എന്ന വിജയലക്ഷ്യം സമ്മാനിച്ച് മടങ്ങുമ്പോൾ ആത്മവിശ്വാസം ഏറെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ബൗളർമാർ ശ്രദ്ധയോടെ കളിച്ചതുകൊണ്ടാണ് 195 നിർത്താൻ കഴിഞ്ഞതും. എന്നാൽ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും കേവലം 10 റൺസ് വീതം മാത്രം നേടി പുറത്താവുന്നു. തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 18 റൺസിന് ഔട്ടാവുന്നു. ഇവിടെയാണ് ഇന്ത്യ പകച്ചുപോയത്. പക്ഷേ ഓപ്പണറായി ഇറങ്ങിയ നമ്മുടെ സഞ്ജു സാംസൺ യാതൊരു വികാര വിക്ഷോഭവുമില്ലാതെ സാവകാശം ഒരറ്റത്ത് നിലയുറപ്പിച്ചു. കളിയുടെ അവസാന നിമിഷം വരെ സഞ്ജു തുടരുകയായിരുന്നു. 3 റൺസ് കൂടി എടുത്തിരുന്നെങ്കിൽ സഞ്ജുവിനെ തേടി മറ്റൊരു സെഞ്ചുറി കൂടി എത്തുമായിരുന്നു. അതെന്തുമാവട്ടെ, നാണം കെട്ട ഒരു തോൽവിയിൽ നിന്നും ഇന്ത്യ മഹാരാജ്യത്തെ കാത്തു രക്ഷിച്ചത് സഞ്ജു സാംസൺ എന്ന ഒറ്റയാനായിരുന്നു. നിറയെ പ്രതിഭയും കഴിവുമുണ്ടായിട്ടും 10 വർഷമായി അവഗണന നേരിടുന്ന സഞ്ജു സാംസൺ ഒടുവിൽ വലിയ സമ്മർദ്ദമുണ്ടായപ്പോൾ ന്യൂസിലൻഡ് ടൂറിൽ എല്ലാ കളിയിലും ഇറക്കുകയാണ് സഞ്ജുവിനെ. പക്ഷെ അക്ഷരാർത്ഥത്തിൽ പിഴച്ചുപോയി എല്ലാ നീക്കങ്ങളും. അങ്ങനെ സഞ്ജുവിനെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹം വീണ്ടും വൃഥാവിലായി. 2020 ലോകകപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും സഞ്ജുവിന് അവസരം കിട്ടുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. വലം കയ്യൻ ബാറ്റ്സ്മാൻ എന്ന ഭാഗ്യം സഞ്ജുവിന് തുണയായി. ഇടം കയ്യന്മാർക്കാണ് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്. വലം കയ്യൻ ഓപ്പണർ വേണം എന്ന വാദമുന്നയിച്ചപ്പോൾ വീണ്ടും അവസരം കിട്ടി. ആദ്യം 20 റൺസിലും രണ്ടാമത് 24 റൺസിലും പുറത്തായെങ്കിലും അവസാനത്തെ നിർണായകമായ മാച്ചിൽ ഓപ്പണറായി ഇറങ്ങി 97 റൺസ് എടുത്ത് ഇന്ത്യയെ സെമി ഫൈനലിലേക്ക് എത്തിച്ച് രാജ്യത്തിൻ്റെ മുഴുവൻ അഭിമാനമായി മാറി സഞ്ജു സാംസൺ. ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെ എഴുതി: ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അഭിഷേക് ശർമ്മയ്ക്കും തിലക് വർമ്മയ്ക്കും പകരം സഞ്ജു സാംസനെ കളിപ്പിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് ലോകകപ്പിനിടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. സിംഗപ്പയ്യൻ തിരുവനന്തപുരം പയല്. എൻ്റെ വാർത്തയുടെ തമ്പിൻ്റെ അടിസ്ഥാനം പോലും ശ്രീജിത്ത് പണിക്കരുടെ ഈ വിശേഷണമാണ്. ആവേശോജ്വലമായ ആ മാച്ചിനെക്കുറിച്ച് മനോരമയിലെ അർജുൻ രാധാകൃഷ്ണൻ ഇങ്ങനെയാണ് വാർത്ത തുടങ്ങുന്നത്: കലങ്ങിമറിയുന്ന കരീബിയൻ കടൽ കടക്കാൻ ടീം ഇന്ത്യക്ക് ഒരു കൂറ്റൻ കപ്പൽ ആവശ്യമായിരുന്നു. ആ നിയോഗം സധൈര്യം ഏറ്റെടുത്ത് വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് ഒരു പടക്കപ്പൽ ഇന്നലെ കടൽ തൊട്ടു. കൊടുങ്കാറ്റും കടൽ ചുഴിയും കീറി മുറിച്ച് ടീം ഇന്ത്യയുമായി വിജയതീരത്തേക്ക് കുതിച്ച ആ കപ്പലിൻ്റെ പേര് കൊൽക്കത്തയിലെ കാറ്റിൽ പലകുറി അലയടിച്ചു. സഞ്ജു സഞ്ജു. സൂപ്പർ സൺഡേ മത്സരത്തിൽ ഈഡൻ ഗാർഡൻസിൽ ടീം ഇന്ത്യയുടെ ഗാർഡിയനായി അവതരിച്ച സഞ്ജു സാംസൺ നിങ്ങൾക്ക് 146 കോടി സ്തുതി. ഈ ഒരു ആവേശമായിരുന്നു ഇന്നലെ എല്ലാ ഇന്ത്യക്കാർക്കും. ജോളി ജോസഫ് ഇങ്ങനെ എഴുതി: സഞ്ജു സാംസൺ വിജയ റൺസ് നേടിയതിനു ശേഷം രവിശാസ്ത്രി സഞ്ജു സ്പെഷ്യൽ സാംസൺ എന്നും യുഗങ്ങൾക്കുള്ള ഒരു നേട്ടം എന്നും പ്രശംസിച്ചു. സാംസന്റെ അപാരമായ പക്വത, ശാന്തത, സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഓർഡറിൻ്റെ മുകളിലുള്ള ഈ സ്ഥാനം അദ്ദേഹത്തിൻ്റെ സ്വാഭാവികനാണ്. രവിശാസ്ത്രി പറഞ്ഞുകൊണ്ടിരുന്നു. നേടാമായിരുന്ന സെഞ്ചുറിക്ക് പകരം ഇന്ത്യയെ ജയിപ്പിക്കാൻ ശ്രമിക്കുകയും ഒറ്റയാൻ പട്ടാളം നയിച്ച് വിജയ റൺ നേടിയതിനു ശേഷം തൻ്റെ എല്ലാ വികാര വിക്ഷോഭങ്ങളും ഉള്ളിലൊതുക്കി ശാന്തനായി ഗ്രൗണ്ടിൽ മുട്ടുകുത്തി നിന്ന് ബാറ്റ് കയ്യിലെന്തി മേലേക്ക് നോക്കി പിന്നീട് തൻ്റെ ഹെൽമറ്റും ബാറ്റും അന്തരീക്ഷത്തിലേക്ക് ഇട്ടതിന് ശേഷം കൃത്യതയോടെ കുരിശു വരച്ച് ആകാശങ്ങളിലേക്ക് നോക്കി എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറഞ്ഞ സഞ്ജു പവലിയനിലേക്ക് നടക്കുമ്പോൾ ആദരിക്കാനെത്തിയ എല്ലാ കളിക്കാർക്കും മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾക്കും മുൻപേ ഉണ്ടായിരുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻസിന് പോലും തലയിലെ തൊപ്പിയുരി കുനിഞ്ഞ് ആദരിച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ ഉരുകിയൊലിച്ചു പോയത് സഞ്ജുവിൻ്റെ കഴിവിനെ അപമാനിച്ചവരുടെ ഉള്ളിലെ കറകളായിരുന്നു. ഇത്തരത്തിൽ ധാരാളം കുറിപ്പുകൾ വേറെയുണ്ട്. എന്തായാലും സഞ്ജുവിൻ്റെ പ്രാർത്ഥനയെ മതേതരത്വത്തിൻ്റെ പ്രതീകമായി വിശേഷിപ്പിക്കുന്നവർ വരെയുണ്ട്. സഞ്ജു ആവേശത്തോടു കൂടി ആകാശത്തേക്ക് നോക്കി കുരിശു വരച്ചു, പ്രാർത്ഥിച്ചു. അത് മൂന്ന് മതങ്ങൾക്ക് വേണ്ടി ബോധപൂർവം ചെയ്തു എന്ന് പറയുന്നവർ പോലും ഉണ്ട്. കുഴപ്പമില്ല, മതേതരത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ലതാണ്. ഒരു മനു ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ എഴുതി:
വിജയത്തിന് ശേഷമുള്ള സഞ്ജുവിൻ്റെ ആ സെലിബ്രേഷൻ, ആദ്യം ഇരു കൈകളും ഉയർത്തി ദുബൈ ചെയ്തു, പിന്നെ നെഞ്ചിൽ കുരിശു വരച്ചു, ഒടുവിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. ഒറ്റ ഫ്രെയിമിൽ എല്ലാ വിശ്വാസങ്ങളെയും അവൻ നെഞ്ചോട് ചേർത്തു. മതേതരത്വത്തിന് വേണ്ടി ഇങ്ങനെ വ്യാഖ്യാനിച്ചാലും തെറ്റൊന്നുമില്ല. സന്ദീപ് ദാസ് വിശദമായി തന്നെ എഴുതിയിരിക്കുന്ന കുറിപ്പ് കൂടി ഈ ആവേശ നിമിഷത്തിൽ നമ്മൾ കേൾക്കേണ്ടതാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ്. ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഒരു ടെസ്റ്റ് പരമ്പര കരീബിയൻ ദ്വീപുകളിൽ വെച്ച് നടത്തപ്പെടുകയായിരുന്നു. 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരു ടീമുകളും ഓരോ ടെസ്റ്റ് വീതം ജയിച്ചു. അങ്ങനെ ജമൈക്കയിൽ നടന്ന അവസാന ടെസ്റ്റ് അതീവ നിർണായകമായി മാറി. ജമൈക്ക ടെസ്റ്റ് സ്റ്റീവോയും കട്ട്ലി ആംബ്രോസും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഷോർട്ട് പിച്ച് ബോളിങ്ങിനെതിരെയുള്ള സ്റ്റീവോയുടെ ദൗർബല്യങ്ങൾ വിശ്വപ്രസിദ്ധമായിരുന്നു. 6 അടിയിലേറെ ഉയരമുണ്ടായിരുന്ന ആംബ്രോസ് എന്ന ഇതിഹാസതുല്യനായ ബോളർക്ക് മുമ്പിൽ സ്റ്റീവ് തലകുനിക്കുമെന്ന് ക്രിക്കറ്റ് ലോകം വിചാരിച്ചു. മത്സരം ആരംഭിച്ചപ്പോൾ ആംബ്രോസും കോട്ട്നി വാർഷും ചേർന്ന് സ്റ്റീവിനെതിരെ ബൗൺസുകൾ വർഷിച്ചു. അയാളുടെ കൈയും നെഞ്ചിലും വയറിലും ഏറുകൊണ്ടു. ആ ശരീരത്തിൽ ചതവുകൾ രൂപപ്പെട്ടു. പക്ഷെ ഉറച്ചുനിന്ന് പൊരുതിയ സ്റ്റീവ് ഡബിൾ സെഞ്ചുറി നേടി. അങ്ങനെ ടെസ്റ്റ് സീരീസിൽ കങ്കാരുപ്പട വിജയം കരസ്ഥമാക്കി. സ്റ്റീവ് കളിച്ച ഇന്നിങ്സ് ഒരു മഹാത്ഭുതം തന്നെയായിരുന്നു. തൻ്റെ സാങ്കേതികമായ പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ടും പോരാട്ട വീര്യം കൊണ്ടും സ്റ്റീവ് മറികടന്നു. 2026 2020 ലോകകപ്പിലെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്വാർട്ടർ ഫൈനൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്റ്റീവ് വോയുടെ പഴയ ഇന്നിങ്സിനെ കുറിച്ച് ഓർത്തുപോയി. പണ്ട് സ്റ്റീവിൽ കണ്ട അതേ മനോബലവും പോരാട്ട വീര്യവും ഒരു മലയാളിയിൽ നാം ദർശിച്ചു. പേര് സഞ്ജു വിശ്വനാഥ് സാംസൺ. 196 എന്ന പടുകൂറ്റൻ ലക്ഷ്യം ഭേദിക്കാൻ ഇറങ്ങിയ ഇന്ത്യക്ക് പവർ പ്ലേ കഴിഞ്ഞപ്പോഴേക്കും 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. ടെലിവിഷൻ സ്ക്രീനിൽ വിൻ പ്രെഡിക്റ്റർ നിർദ്ദേശമായി. ആ സമയത്ത് വിൻഡീസിന് 72% വിജയസാധ്യതയുണ്ടായിരുന്നു. അപ്പോഴാണ് ജെയ്സൺ ഹോൾഡർ പന്ത് കയ്യിലെടുക്കുന്നത്. 4 തവണ സഞ്ജുവിനെ പുറത്താക്കിയ ചരിത്രമുള്ള ഹോൾഡർ ആദ്യമായി ഒരു ഷോർട്ട് ബോളാണ് സഞ്ജുവിനെതിരെ തടുത്തുവിട്ടത്. സഞ്ജു ബാക്ക് ഫുട്ടിൽ പഞ്ച് ചെയ്തു, ബൗണ്ടറി. ആ ഓവറിലെ അവസാന പന്തിൽ ഹോൾഡർ വീണ്ടും ഷോർട്ട് ബോൾ എറിഞ്ഞു. സ്ക്വയർ ലെഗ് ബൗണ്ടറിയിൽ ഫീൽഡറുമുണ്ടായിരുന്നു. പക്ഷേ സഞ്ജു കെണിയിൽ അകപ്പെട്ടില്ല. പുൾ ഷോട്ടിലൂടെ സിംഗിൾ നേടി. സഞ്ജു ഹോൾഡറോട് പറയാതെ പറയുകയായിരുന്നു, ബൗൺസറുകൾ എറിഞ്ഞാൽ എന്നെ ഒതുക്കാം എന്നൊരു വിശ്വാസം ക്രിക്കറ്റ് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ദിവസം ഞാൻ ആ ധാരണ കത്തിച്ച് ചാമ്പലാക്കിയിരിക്കും. ഈഡൻ ഗാർഡൻസിൽ നടന്നത് ഒരു യുദ്ധം തന്നെയായിരുന്നു. സഞ്ജുവും കരീബിയൻ കരുത്തന്മാരും തമ്മിലുള്ള മാനസിക യുദ്ധം. മാത്യു ഫോർഡ് എറിഞ്ഞ ഒരു ഇന്നിങ്സാണ് സഞ്ജു ആദ്യം നേരിട്ട ഡെലിവറി. സഞ്ജു ബീറ്റണായപ്പോൾ ഫോർഡ് അഗ്രസീവായി ബാറ്റർക്ക് നേരെ ഓടിയെടുത്തു. അത് വരാനിരിക്കുന്ന ആക്രമണോത്സുകതയുടെ ഒരു സൂചന മാത്രമായിരുന്നു. അഭിഷേക് ശർമ്മയെ പുറത്താക്കിയപ്പോൾ അക്കീൽ ഹുസൈൻ കാണികൾക്ക് നേരെ ഷട്ടപ്പ് എന്ന് ആക്രോശിച്ചു. ഇഷാൻ കിഷനെ ഒരു ഷോർട്ട് ബോളിലൂടെ കീഴടക്കിയപ്പോൾ ഹോൾഡർ ആവേശത്താൽ അലറി വിളിച്ചു. സൂര്യയുടെ ക്യാച്ച് എടുത്ത ശേഷവും റദർഫോർഡ് ദേഷ്യത്തിൽ പന്ത് ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എതിരാളികളുടെ ചോര വീഴ്ത്തുന്ന പഴയകാല പാരമ്പര്യം വിൻഡീസ് ഏദൻ തോട്ടത്തിൽ തിരിച്ചു പിടിക്കുകയായിരുന്നു. ഷിംറോൺ ഹെറ്റ്മെയർ എന്ന ഫീൽഡർ ഗ്രൗണ്ടിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. തിലക് വർമ്മയുടെ ക്യാച്ച് കേവലം 1.6 സെക്കൻഡ് സമയം കൊണ്ടാണ് ഹെറ്റ്മെയർ ചാടി ഉയർന്ന് കൈപ്പിടിയിൽ ഒതുക്കിയത്. പക്ഷെ ഒരു കൊടുങ്കാറ്റിലും ഉലയാതെ നിന്ന സഞ്ജുവിന് മുന്നിൽ എതിരാളിയുടെ എല്ലാ പദ്ധതികളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ഹുസൈൻ ബോൾ ചെയ്യാൻ വന്നപ്പോൾ സഞ്ജു 3 സ്റ്റമ്പുകളും ദൃശ്യമാക്കി. അതോടെ ഹുസൈൻ വിക്കറ്റ് ഉന്നം വെച്ചെറിഞ്ഞു. അടുത്ത നിമിഷത്തിൽ പന്ത് വേലി കടന്നു. ഹുസൈൻ എറിഞ്ഞത് ഒരു മോശം ബൗളായിരുന്നില്ല. ബോളർ മനസ്സിൽ കണ്ടത് സഞ്ജു മാനത്ത് കണ്ടു എന്ന് മാത്രം. ഗുദകേഷ് മോത്തി, റൊമാരിയോ ഷെപ്പേഡ് എന്നിവർക്ക് മേൽ സഞ്ജു ആധിപത്യം സ്ഥാപിച്ച രീതി ശ്രദ്ധിക്കുക. ബൗണ്ടറി അടിച്ചുകൊണ്ട് സഞ്ജു മോത്തിയെ സ്വീകരിച്ചത്. ഷെപ്പേഡ് പ്രയോഗിച്ച സ്ലോ ബോൾ നിലം തൊടാതെ ഗാലറിയിൽ പതിക്കുകയും ചെയ്തു. ഷെമാർ ജോസഫുമായുള്ള സഞ്ജുവിൻ്റെ അംഗം തീ പാറുന്നതായിരുന്നു. റണ്ണപ്പ് തുടങ്ങിയതിന് ശേഷം പന്തെറിയാതെ പിൻവാങ്ങുന്ന ജോസഫിനെ നാം പലതവണ കണ്ടു. സഞ്ജുവിന് ഫോക്കസ് നഷ്ടപ്പെടുത്തുക എന്നതായിരുന്നു ജോസഫ് ലക്ഷ്യമിട്ടത്. അതിന് പിന്നാലെ 141 കിലോമീറ്റർ വേഗതയുള്ള പന്ത് സഞ്ജുവിന് നേരെ എത്തി. അതിന് ഇരട്ടി സ്പീഡിൽ പന്ത് അപ്രത്യക്ഷമായി, അതും ബോളറുടെ തൊട്ടരികിലൂടെ. കളി എന്നോട് വേണ്ട എന്ന സഞ്ജുവിൻ്റെ പ്രസ്താവനയായിരുന്നു ആ ഹിറ്റ്. ജോസഫ് നിഷ്പ്രഭനായി. അവസാന ഓവറിൽ 7 റൺസ് വേണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ വിൻഡീസുകാരനായ സാമുവൽ ബാദ്രി കമൻട്രി ബോക്സിൽ ഇരുന്ന് ചോദിക്കുന്നത് കേട്ടു, ഇനി ഈ കളിയിൽ എന്തെങ്കിലും ട്വിസ്റ്റുകൾ അവശേഷിക്കുന്നുണ്ടോ? ബാദ്രി ഇന്ത്യയുടെ പരാജയം ആഗ്രഹിച്ചിരുന്നു എന്നത് വ്യക്തം. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ബാദ്രിയുടെ പ്രതീക്ഷകളെ സഞ്ജു ചവിട്ടിമതിച്ച് പൊട്ടക്കിണറ്റിൽ തള്ളി. ഷെപ്പേഡിനെതിരെ 6ഉം 4ഉം പിറന്നു. അതോടെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം ആവേശത്താൽ പൊട്ടിത്തെറിച്ചു.
എല്ലാ കാണികളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. 2014 T20 ലോകകപ്പിലെ സെമിഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ വെച്ച് നീട്ടിയ 173 റണ്ണുകളുടെ വിജയലക്ഷ്യം ഇന്ത്യ വിരാട് കോഹ്ലിയുടെ ബലത്തിൽ മറികടന്നിരുന്നു. ആ റൺ ചേസ് റെക്കോർഡും സഞ്ജുവിൻ്റെ തേരോട്ടത്തിൽ തകർന്നു. സാക്ഷാൽ വിരാടിന് പോലും അഭിമാനിക്കാവുന്ന സഞ്ജു ഷോ. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് വിൻഡീസ് ഹെഡ് കോച്ച് ദാരൻ സമി പറഞ്ഞിരുന്നു, ഇന്ത്യ എന്ന ഗോലിയാത്തിനെ നേരിടാൻ എൻ്റെ സൈനികർ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞ സമ്മി മത്സരം നടക്കുമ്പോൾ ഡഗ് ഔട്ടിൽ ഇരുപ്പുറയ്ക്കാതെ പരിഭ്രാന്തനായി പാഞ്ഞു നടന്നു. 2016 മുംബൈയിൽ വെച്ച് സെമിഫൈനൽ പരാജയം സമ്മാനിച്ച സമ്മിയോടെ ഇന്ത്യ പകരം വീട്ടി. അതായിരുന്നു സഞ്ജു ഇഫക്റ്റ്. 1967 ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഒരു ടെസ്റ്റ് മത്സരം ഇതേ ഈഡൻ ഗാർഡൻസിൽ വെച്ച് അരങ്ങേറിയിരുന്നു. കൊൽക്കത്ത എന്ന നഗരത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു മാച്ചായിരുന്നത്. അന്ന് ഈഡൻ ഗാർഡൻസിൽ 60,000 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ വിൻഡീസ് പോരാട്ടത്തിൻ്റെ ഭാഗമായി 80,000-ഓളം ടിക്കറ്റുകളാണ് സംഘാടകർ വിറ്റഴിച്ചത്. സ്വാഭാവികമായും സ്റ്റേഡിയത്തിൽ വലിയ ജനക്കൂട്ടം രൂപപ്പെട്ടു. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ലാത്തിയും ടിയർ ഗ്യാസും ഉപയോഗിക്കേണ്ടി വന്നു. അതോടെ ക്ഷുഭിതരായ കാണികൾ ഗാലറികളിൽ തീയിട്ടു. ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന ഇരു രാജ്യങ്ങളുടെയും ദേശീയ പതാകകൾ കത്തി നശിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കരീബിയൻ പടയുടെ ഉപനായകനായിരുന്ന കോൺറാഡ് ഖണ്ടയുടെ സമയോചിതമായ ഇടപെടൽ മൂലം ആ പതാകകൾ സംരക്ഷിക്കപ്പെട്ടു എന്ന ഐതിഹ്യം ഏറെക്കാലം ക്രിക്കറ്റിലുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് തൻ്റെ ആത്മകഥയിലൂടെ ഖണ്ട ഒരു വെളിപ്പെടുത്തൽ നടത്തി. തീ ആളിപ്പടർന്നപ്പോൾ വിൻഡീസ് പതാകയും ഇന്ത്യൻ പതാകയും അഴിച്ചുമാറ്റാൻ ഞാൻ തുനിഞ്ഞതാണ്. പക്ഷേ ഒരു പോലീസുകാരൻ എന്നെ തടഞ്ഞു. അയാൾ എന്നെ സുരക്ഷിതമായി അകറ്റി നിർത്തുകയും 2 ദേശീയ പതാകകളെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ഇന്ന് നമുക്കറിയില്ല. ആരും അയാളെ അന്വേഷിച്ച് ചെന്നില്ല. അയാൾ സ്വയം മുന്നോട്ട് വന്ന് സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയതുമില്ല. പ്രിയപ്പെട്ട അജ്ഞാതനായ പോലീസുകാര, അന്ന് നിങ്ങൾ സംരക്ഷിച്ച ഇന്ത്യൻ പതാകയെ സഞ്ജു സാംസൺ വാനോളം ഉയർത്തിയിട്ടുണ്ട്. എങ്ങോ ഇരുന്ന് നിങ്ങളിത് കാണുന്നില്ലേ? മനോഹരമായ സന്ദീപിൻ്റെ കുറിപ്പ് ക്രിക്കറ്റ് പ്രേമികളെല്ലാം കേൾക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് വായിച്ചത്. ഇനി നമ്മുടെ മുമ്പിൽ വിജയം മാത്രമാണ് ലക്ഷ്യം. 5-ാം തീയതി വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് നമുക്ക് ഫൈനലിലെത്താം. 8-ന് ആ സുവർണ്ണ കിരീടം കൈപ്പറ്റാൻ നമ്മുടെ സഞ്ജു തന്നെ മുമ്പിൽ നിൽക്കട്ടെ.